story is very touching. He joined the army at just 20 years of age, and his dream was to serve his motherland. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വളരെയധികം നമ്മളെ നൊമ്പരപ്പെടുത്തുന്നതാണ്. അദ്ദേഹത്തിൻ്റെ 20ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സൈന്യത്തിൽ ചേരുന്നത്. ഈ രാജ്യത്തെ സേവിക്കുക എന്നുള്ള അദമ്യമായ ആഗ്രഹത്തിനാണ് അദ്ദേഹം സൈന്യത്തിൽ ചേരുന്നത്. In 2003, he was martyred during an anti-terror operation in Rajouri district of Kashmir. 2003 രജൗറി ജില്ലയിൽ വെച്ച് തീവ്രവാദികളുമായിട്ടുള്ള ആക്രമണത്തിനിടയിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുന്നത്. And he was awarded the Sena Medal posthumously for his service by the nation in 2004. 2004 ദേശം അദ്ദേഹത്തിന്റെ സേവനത്തിന്, അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന്, അദ്ദേഹത്തിന്റെ മരണാനന്തരം അദ്ദേഹത്തിന് സേനാ മെഡൽ നൽകി ആദരിക്കുകയുണ്ടായി. 22 years have passed since that day, and yet I noticed when I came here to inaugurate this memorial to him that his mother still has tears in her eyes. 22 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഞാൻ ഈ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയപ്പോൾ ഞാൻ കണ്ടത് അദ്ദേഹത്തിന്റെ മാതാവിന്റെ കണ്ണിൽ ഇപ്പോഴും ആ കണ്ണീര് നിൽക്കുന്നതാണ്. Because we can never give her back what she lost. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് ഒരിക്കലും തിരിച്ചു നൽകാൻ കഴിയുന്നതല്ല. As a mother and as the daughter of a martyr myself, I fully understand what it means to fulfill when he had the Panchayati Raj Act passed during his tenure. എൻ്റെ അമ്മൂമ്മയും അതുപോലെ തന്നെ പിതാവിൻ്റെയും സ്വപ്നം കൂടിയായിരുന്നു. അദ്ദേഹം 1970 നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനം പാസ്സാക്കിയപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കുക കൂടിയായിരുന്നു. And here in Kerala, our panchayats are an example to the whole of India.